നമ്മുടെ ശരീരത്തിലുള്ള പ്രോട്ടീൻ വിഘടിക്കുമ്പോൾ യൂറിക് ആസിഡും അല്ലെങ്കിൽ യൂറിയയും അതുപോലെ തന്നെ ഈ ക്രിയാറ്റിനിൻ എന്ന് പറയുന്ന പദാർത്ഥം ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് നമ്മുടെ കിഡ്നിയിലൂടെയാണ് പുറന്തള്ളപ്പെടുന്നത്. ഡയബറ്റീസ് ഉള്ള ആളുകളിലാണെങ്കിൽ പോലും ക്രിയാറ്റിനിൻ്റെ അളവ് കൂടും. ഈ മെഡിസിൻ കഴിക്കേണ്ടതിന് പകരം സ്കിപ്പ് ചെയ്ത് പോകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ രക്തത്തിൽ ഈ ക്രിയാറ്റിനിൻ്റെ അളവ് കൂടാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ 600 ml ആണ് നോർമൽ വേണ്ടത്. അപ്പം നമ്മൾ സാധാരണയായിട്ടും ഒരു 1/2 ലിറ്റർ വെള്ളമാണ് യൂറിനേഷനിൽ പാസ് ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തി ഈ 600 ml 1/2 ലിറ്റർ 500 ml കൂട്ടിയിട്ട് 1100 ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം കുടിക്കേണ്ടത്. ഹലോ എവരിവൺ, നമസ്കാരം. ഞാൻ ഡോക്ടർ നസ്ല. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും നമ്മുടെ രക്തത്തിലെ ക്രിയാറ്റിനിൻ്റെ അളവ് കൂടുന്ന ഒരവസ്ഥയെ പറ്റിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്തുകൊണ്ടൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ഈ ക്രിയാറ്റിനിൻ കൂടുന്നതെന്നും എപ്പോഴൊക്കെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതെന്നും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ ക്രിയാറ്റിനിനെ നമ്മൾ കൺട്രോൾ ചെയ്യാമെന്നുള്ളതുമാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്താണ് ഈ ക്രിയാറ്റിനിൻ നോക്കാം. ക്രിയാറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ മസിൽസിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ഒരു പദാർത്ഥമാണ്. പക്ഷേ ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് പ്രൊഡക്റ്റുമാണ്. അപ്പം നമ്മൾ പ്രോട്ടീൻ കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള പ്രോട്ടീൻ വിഘടിക്കുമ്പോൾ യൂറിക് ആസിഡും അല്ലെങ്കിൽ യൂറിയയും അതുപോലെ തന്നെ ഈ ക്രിയാറ്റിനിൻ എന്ന് പറയുന്ന പദാർത്ഥം ഉണ്ടാകുന്നുണ്ട്. അതൊരു വേസ്റ്റ് പ്രൊഡക്റ്റാണ്. ഈ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് നമ്മുടെ കിഡ്നിയിലൂടെയാണ് പുറന്തള്ളപ്പെടുന്നത്. അപ്പം നമ്മൾക്ക് എന്തെങ്കിലും തരത്തിൽ ഈ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ക്രിയാറ്റിനിൻ്റെ അളവ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ആദ്യം കേട്ടിട്ടുണ്ടാകും പലരും പറയുന്നത് ബ്ലഡ് പ്രഷറൊക്കെ കൂടുന്ന സമയത്ത് ക്രിയാറ്റിനിൻ കൂടെ കൂടാനുള്ളൊരു ചാൻസ് ഉണ്ടെന്ന്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിക്കുന്നതാണ് കിഡ്നി. അപ്പം ഈ ഒരു BP കൂടുന്ന സമയത്ത് കിഡ്നിക്കും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ BPക്ക് നോർമലായിട്ട് എന്നും ഈ മെഡിസിൻ കഴിക്കേണ്ടതിന് പകരം സ്കിപ്പ് ചെയ്ത് പോകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ രക്തത്തിൽ ഈ ക്രിയാറ്റിനിൻ്റെ അളവ് കൂടാനൊരു ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഡയബറ്റീസ് ഉള്ള ആളുകളിലാണെങ്കിൽ പോലും ക്രിയാറ്റിനിൻ്റെ അളവ് കൂടും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കിഡ്നിയിൽ ഗ്ലോമറുലസ് എന്ന് പറയുന്ന ഒരു അരിപ്പയാണ് ഉള്ളത്. ഈ അരിപ്പയിലൂടെയാണ് നമ്മൾക്കുള്ള ഈ വേസ്റ്റ് പ്രൊഡക്റ്റൊക്കെ അരിച്ച് മാറ്റിയിട്ട് നമ്മുടെ യൂറിനിലൂടെ പുറന്തള്ളുന്നത്. അപ്പം നമുക്ക് കൂടുതലായിട്ടും ഈ ഗ്ലൂക്കോസ് കണ്ടൻറ്റ് ഉണ്ടാകുമ്പോൾ നമ്മളെ രക്തത്തിലെ ഈ ഒരു ഗ്ലൂക്കോസ് കൂടുന്ന സമയത്ത് ഡയബറ്റീസ് ഉള്ള ആളുകളിൽ പൊതുവേ ഗ്ലൂക്കോസ് കൂടുതലായിരിക്കുമല്ലോ. അപ്പം ഈ ഒരു ഗ്ലൂക്കോസിനെ ഈ ഗ്ലോമറുലസിലൂടെ അരിച്ചെടുക്കാൻ പറ്റാതിരിക്കും. അപ്പോൾ നമ്മുടെ കിഡ്നിക്ക് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റാതിരിക്കുകയും ക്രിയാറ്റിനിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ പലരിലും ഇങ്ങനെ പ്രായമാകുന്നതിനനുസരിച്ചാണെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ചെറിയ രീതിയിൽ മന്ദഗതിയിലാവുന്ന സമയത്തും ഈ ഒരു ക്രിയാറ്റിനിൻ്റെ അളവ് കൂടുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു രോഗാവസ്ഥയുള്ളപ്പോൾ മാത്രമാണ് ഈ ഒരു കണ്ടീഷനൊക്കെ പറഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ ഈ ഓൾഡ് ഏജ് ആവുന്നതൊക്കെ. പക്ഷെ പലപ്പോഴും പല ആളുകളും ഈവൻ കൗമാരക്കാരിൽ പോലും ഈ ഒരു ക്രിയാറ്റിനിൻ്റെ ലെവലിൽ നോർമലിനും കൂടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ബോർഡർ ലൈൻ ആവുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നൊക്കെ നോക്കാം. നമ്മൾ കൗമാരക്കാരായ ആളുകളിൽ കൂടുതലായിട്ടും കാണുന്നതാണ് ഈ ഒരു മസിൽ ബിൽഡപ്പിന് വേണ്ടിയിട്ട് റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവരും അതിൻ്റെ കൂടെ തന്നെ പ്രോട്ടീൻ ഡയറ്റ് എടുക്കുന്നവരോ അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡേഴ്സ് കഴിക്കുന്നവരൊക്കെ. അപ്പം അതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ക്രിയാറ്റിനിൻ്റെ അളവ് കൂടുന്നത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഈ പ്രോട്ടീൻ വിഘടിച്ചിട്ട് ഉണ്ടാവുന്നതാണ് ക്രിയാറ്റിനിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കൂടുതലായിട്ട് പ്രോട്ടീൻ എടുക്കുക. ഞാൻ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞു ക്രിയാറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ മസിലിൻ്റെ വോളിയം കൂട്ടാൻ വേണ്ടിയിട്ട് കഴിക്കേണ്ടതാണ്. അപ്പം നമുക്കത് ക്രിയാറ്റിൻ ആവശ്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതിൽ കൂടുതലായിട്ടും ക്രിയാറ്റിൻ ഉണ്ടാവും. അപ്പോൾ ഈ ക്രിയാറ്റിൻ കൂടുന്ന സമയത്ത് ഈ ഒരു പ്രോട്ടീൻ വിഘടിക്കുമ്പോൾ കൂടുതലായിട്ടും ക്രിയാറ്റിനിൻ എന്ന് പറയുന്ന വേസ്റ്റ് പ്രൊഡക്റ്റും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു മസിൽ ബിൽഡിങ് ചെയ്യുന്ന ആളുകളിലൊക്കെ കൗമാരക്കാരിൽ കൂടുതലായിട്ടും ഈ ക്രിയാറ്റിനിൻ്റെ വാല്യൂ ഒരു നോർമലിനേക്കാളും കൂടാനുള്ള ചാൻസ് ഉണ്ട്. സാധാരണയായിട്ടും ഇവരിലൊക്കെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 1.5 അല്ലെങ്കിൽ 1.6 ഒക്കെ ആയിരിക്കും. സാധാരണ ഒരു 1.3 വരെ, ഒരു 0.4 മുതൽ 1.3 വരെയൊക്കെ നോർമലായിട്ടിരിക്കും. പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ എന്തായിരിക്കും നമുക്ക് ഈ ഒരു 1.5ലേക്കോ 1.6ലേക്കൊക്കെ ഈ ഒരു വാല്യൂ കൂടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ പലപ്പോഴും ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള രോഗലക്ഷണങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് തിരിച്ചറിയുന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കപ്പെടാനുള്ള ചാൻസ് ഇല്ല. ഇത് കൂടാതെ മറ്റെന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ രക്തത്തിൽ ക്രിയാറ്റിനിൻ്റെ അളവ് കൂടുന്നത് നോക്കാം. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ, കിഡ്നിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്രിയാറ്റിനിൻ്റെ അളവ് കൂടാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു മൂത്രസഞ്ചിയിലോ അല്ലെങ്കിൽ അതിലെ മൂത്രം പാസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ട്യൂബിൽ എന്തെങ്കിലുമുള്ള
ഭാഗങ്ങളിലുള്ള ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ക്രിയാറ്റിനിൻ്റെ അളവ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ സ്റ്റോണൊക്കെ ആയിട്ട് ബ്ലോക്ക് ഉണ്ടാവാം. അങ്ങനെയുള്ള ആളുകളിലാണെങ്കിൽ പോലും ക്രിയാറ്റിനിൻ്റെ അളവ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മറ്റെന്തെങ്കിലും മെഡിക്കേഷൻസ് ലോങ് ആയിട്ട് ഒരുപാട് ദീർഘകാലം നമ്മൾ ഈ ഒരു മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ, മെയിനായിട്ട് കീമോതെറാപ്പി പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളുകളിലൊക്കെ ക്രിയാറ്റിനിൻ്റെ അളവ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഈ ഒബീസിറ്റികൾ, അമിതവണ്ണമുള്ള ആളുകളിലാണെങ്കിലും ക്രിയാറ്റിനിൻ്റെ അളവ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി നമ്മുടെ കിഡ്നിയിലെ ഈ ഒരു സെൽസിനെ നശിപ്പിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ കാരണവും ഈ ഒരു ക്രിയാറ്റിനിൻ്റെ അളവ് കൂടും. പിന്നെ നമുക്ക് പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്ന ജനിതകപരമായിട്ടുള്ള ഡിസോർഡർ കാരണം ഉണ്ടാകുന്ന പല അസുഖങ്ങളുണ്ട്. IgA നെഫ്രോപ്പതി പോലുള്ള അസുഖങ്ങളുണ്ടെങ്കിലും നമുക്ക് ഈ ക്രിയാറ്റിനിൻ്റെ അളവ് കൂടാം. പിന്നെ കൂടാതെ തന്നെ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഷോക്ക് അല്ലെങ്കിൽ സ്നേക്ക് ബൈറ്റ്, പാമ്പ് കടിച്ചാലൊക്കെ നമ്മൾ ക്രിയാറ്റിനിൻ്റെ അളവ് കൂടാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്തൊക്കെ മാർഗ്ഗങ്ങളിലൂടെ ഈ ഒരു ക്രിയാറ്റിനിൻ്റെ അളവ് നോർമലാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾക്ക് ആദ്യം തന്നെ അറിയേണ്ടത് നമ്മുടെ രക്തത്തിലുള്ള ക്രിയാറ്റിൻ്റെ അളവ് നോർമലാണോ എന്നുള്ളൊരു ചെക്കപ്പ് നടത്തുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് നോർമൽ ലെവലിലും കൂടിയിട്ടാണോ അല്ലെങ്കിൽ ബോർഡർ ലൈനിലാണോ കിടക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളുള്ള ആളുകൾ പ്രോപ്പറായിട്ടും ഒരു ഡോക്ടർ പറയുന്നതിനനുസരിച്ചോ അല്ലെങ്കിൽ ഡയറ്റീഷ്യൻ പറയുന്നതിനനുസരിച്ച് മാത്രമുള്ള ഫുഡ് ഫോളോ ചെയ്യുക. കാരണം ഈ ഒരു കിഡ്നി സംബന്ധമായിട്ടുള്ള ആളുകൾക്ക് പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ഭക്ഷണത്തിലും വ്യത്യാസം ഉണ്ടാകും, പറഞ്ഞു കൊടുക്കുന്ന ഭക്ഷണത്തിൽ വ്യത്യാസം ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ പല ആളുകളുടെയും ശരീരത്തിലുള്ള ഈ സോഡിയത്തിൻ്റെയോ പൊട്ടാസ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെ ഒക്കെ അളവ് പലതായിരിക്കും. പല ആളുകളിലും ക്രിയാറ്റിനിൻ്റെ വാല്യൂവിൽ വ്യത്യാസം ഉണ്ടാകും, അവരുടെ ബ്ലഡ് പ്രഷറിൽ വ്യത്യാസം ഉണ്ടാകും. ചില ആളുകൾക്ക് ഡയബറ്റീസ് ഉണ്ടാകും, ചില ആളുകൾക്ക് ഉണ്ടാവില്ല. അതിൻ്റെ കൂടെ തന്നെ അമിതവണ്ണമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഓരോ വ്യക്തിക്കും ഈ ഒരു ക്രിയാറ്റിനിൻ്റെ അളവും മറ്റു പല അസുഖങ്ങളും കൂടെ നോക്കിയിട്ടാണ് അവർക്ക് വേണ്ട ഒരു ഡയറ്റ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഡയറ്റാണ് ഓരോ വ്യക്തിയും ഫോളോ ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്, നമുക്കൊരു ബോർഡർ ലൈനിലുള്ള ആളുകൾ മറ്റു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്കൊന്ന് നോർമലാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാമെന്നുള്ളതാണ്. അപ്പം നമ്മൾക്കറിയാം, സാധാരണയായിട്ട് ഈ ക്രിയാറ്റിനിന് യൂറിക് ആസിഡൊക്കെ കൂടുന്ന സമയത്ത് ആളുകൾ പറയുന്നത് ഈ റെഡ് മീറ്റ് കഴിച്ചാൽ, ബീഫ് കഴിച്ചാൽ അല്ലെങ്കിൽ പോർക്ക് കഴിച്ചാൽ, താറാവ് കഴിച്ചാൽ, മട്ടൻ കഴിച്ചാലൊക്കെയാണ് ഇത് കൂടുന്നതെന്ന്. ശരിയാണ്, നമ്മൾക്ക് ഈ ഒരു ഭക്ഷണത്തിലൂടെയൊക്കെയാണ് കൂടുതലായിട്ടും ഒരു ക്രിയാറ്റിനിൻ ഉണ്ടാകുന്നത്. പക്ഷെ കൂടാതെ തന്നെ നമ്മൾ അധികമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഫുഡ്, നമ്മുടെ അരി ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ പോലും നമ്മൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകും. കാരണം ഓൾറെഡി ഒരു ഡയബറ്റീസ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ അവരുടെ ശരീരത്തിലുള്ള ഷുഗറിൻ്റെ അളവ് പ്രോപ്പർ ആയിരിക്കില്ല. അതിൻ്റെ കൂടെ നമ്മൾ ഓവറായിട്ട് അന്നജം കഴിക്കുകയാണെങ്കിൽ, ചോറൊക്കെ കഴിക്കുകയാണ് അല്ലെങ്കിൽ ചപ്പാത്തി ആണെങ്കിലും കൂടുതൽ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഷുഗറിൻ്റെ അളവ് കൂടുതലാവാനുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ കിഡ്നിയുടെ ഫങ്ഷൻസ് പ്രോപ്പർ ആയിരിക്കില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷൻ പ്രോപ്പർ ആണോ എന്നുള്ളതിൽ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് നടത്തുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ആൽക്കഹോൾ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. മദ്യപാനം പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നത് നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷന് ഏറ്റവും സപ്പോർട്ട് കൊടുക്കുന്നതാണ്. കൂടാതെ തന്നെ സ്മോക്കിംഗ് ഉള്ള ആളുകളാണെങ്കിൽ സ്മോക്കിംഗ് ഒഴിവാക്കുക. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഒരു മസിൽ ബിൽഡപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഈ പ്രോട്ടീൻ പൗഡേഴ്സ് എടുക്കുന്നത് കുറയ്ക്കുക. ഇപ്പം പെട്ടെന്ന് ബോഡി ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ഈ പ്രോട്ടീൻ പൗഡേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നതിലൂടെ ഈ ഒരു കിഡ്നിയുടെ ഫങ്ഷനെ സാരമായിട്ട് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു പ്രോട്ടീൻ ഡയറ്റ് എടുക്കുന്നത് അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡർ എടുക്കുന്നത് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ചെയ്യേണ്ടത് ഈ റെഡ് മീറ്റ് ഒക്കെ ആണെങ്കിലും അതൊരു മിനിമലാക്കാൻ വേണ്ടിയിട്ട്, അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കണം എന്നല്ല, ഈ ഒരു ബോർഡർ ലൈനിലുള്ള ആളുകൾ അതൊരു ആക്കിയാൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല ആളുകളും ഈ പയറ്, പരിപ്പ്, കടലയൊക്കെ ഉള്ളത് കംപ്ലീറ്റ്ലി ഒഴിവാക്കും. പക്ഷെ അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ബോഡിയിലുള്ള എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൊരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്ന സമയത്ത് അതൊരു ബോർഡറിൽ കഴിക്കാൻ വേണ്ടിയിട്ട്, ഒരുപാട് കഴിക്കാതെ അതൊരു മിനിമലായിട്ട് കഴിക്കാൻ വേണ്ടി നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെ ശ്രദ്ധിക്കുക. പിന്നെ കഴിക്കുന്ന സമയത്ത് ഈ കടലയും പരിപ്പും ഒക്കെ കഴിക്കുന്നത് മാക്സിമം വേവിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ഈ പ്രോട്ടീൻ പറയുന്നത്, വെജിറ്റബിൾ പ്രോട്ടീൻസ് ഒരിക്കലും കിഡ്നിക്ക് ദോഷം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ വെജിറ്റബിൾസ് കഴിക്കാം. പച്ചക്കറികൾ, ഇലക്കറികളൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. പല ആളുകളും വിചാരിക്കും പച്ചക്കറികളോ അല്ലെങ്കിൽ ഈ പയറ്, പരിപ്പൊക്കെ കഴിക്കുന്നതിലൂടെ ഈ ഒരു പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുമോ അല്ലെങ്കിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുമോ എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടാകും. പക്ഷേ അതൊക്കെ നിങ്ങൾ വേവിച്ചിട്ട് ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. പിന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട മറ്റൊന്നാണ് ക്യാപ്സിക്കം.
കാരണം ക്യാപ്സിക്കത്തിൽ ലൈക്കോപ്പീൻ എന്ന് പറയുന്നൊരു കണ്ടൻറ്റാണ് ഉള്ളത്. ഈ ലൈക്കോപ്പീന് നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷൻ പ്രോപ്പറാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. എല്ലാ തരത്തിലുള്ള ഇൻഫ്ലമേഷൻസും കുറയ്ക്കുകയും ചെയ്യും. തവിടുള്ള ധാന്യങ്ങൾ മാക്സിമം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പല ആളുകളും ചോദിക്കുന്നതാണ്, ഈ കിഡ്നി പ്രശ്നങ്ങളുള്ളവർ അല്ലെങ്കിൽ ക്രിയാറ്റിനിൻ കൂടുതലുള്ള ആളുകൾക്ക് വെള്ളം കുടിക്കുന്നത് കുറയ്ക്കേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ക്രിയാറ്റിനിൻ ഉള്ള ആളുകളാണെങ്കിലും അല്ലെങ്കിൽ കിഡ്നി ഡിസീസ് ഉള്ള ആളുകളൊക്കെ വെള്ളം കുടിക്കേണ്ടതിന് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഉണ്ട്. ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് വളരെ ലേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവരാണ് ഈ വെള്ളം കുടിക്കുന്നത് നിയന്ത്രിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് വെള്ളം കുടിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. നോർമലി നമ്മുടെ ശരീരത്തിൽ വേണ്ട വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് 600 ml ആണ്. അപ്പോൾ അതിൻ്റെ മേലേക്ക് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ നോർമൽ ഫങ്ഷൻ നടക്കണമെങ്കിൽ 600 ml വേണം. അപ്പോൾ കൂടാതെ തന്നെ നമ്മൾ എത്രത്തോളം യൂറിനാണ് പാസ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ടും കൂടിയാണ് ഈ ഒരു വാട്ടറിൻ്റെ ഈ ഒരു ലിമിറ്റ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ നോർമലി ഒരു 1/2 ലിറ്റർ യൂറിനാണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു 1/2 ലിറ്റർ പ്ലസ് നമ്മൾ 600 ml നമ്മളെ ബോഡിക്ക് വേണ്ട ഈ വാട്ടറും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കുടിക്കേണ്ട വെള്ളത്തിൻ്റെ എമൗണ്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ 600 ml ആണ് നോർമൽ വേണ്ടത്. അപ്പം നമ്മൾ സാധാരണയായിട്ടും ഒരു 1/2 ലിറ്റർ വെള്ളമാണ് യൂറിനേഷനിൽ പാസ് ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തി ഈ 600 ml 1/2 ലിറ്റർ 500 ml കൂട്ടിയിട്ട് 1100 ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം കുടിക്കേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് 1 ലിറ്റർ യൂറിൻ പാസ് ചെയ്യുന്നത് ഏകദേശം ഒരു കണക്ക് നമുക്ക് കിട്ടുവാണെങ്കിൽ അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെള്ളം കുടിക്കാവുന്നതാണ്. പക്ഷേ നോർമലി അവർക്ക് ബോർഡർ ലൈനിലുള്ള ആളുകളാണെങ്കിൽ ഒരു 2-2.5 ലിറ്റർ വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ അത്രത്തോളം വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മുടെ യൂറിനിലൂടെ പ്രോപ്പറായിട്ടും നമുക്ക് ഈ ക്രിയാറ്റിനിനെ റിമൂവ് ചെയ്യാൻ സാധിക്കും. കൂടാതെ തന്നെ യാതൊരു തരത്തിലുള്ള ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, ഈ സോഡിയത്തിൻ്റെയോ പൊട്ടാസ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഫോസ്ഫറസിൻ്റെയോ ഒന്നും ഇംബാലൻസ് ഉണ്ടാവുകയില്ല. പിന്നെ നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ് കൂടുതലായിട്ടും ഉപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. പ്രത്യേകിച്ചും BP ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമ്മൾ പിക്കിളാണെങ്കിലും അല്ലെങ്കിൽ പപ്പടം ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ബേക്കറി പലഹാരങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ഉപ്പടങ്ങിയിട്ടുള്ളതായിരിക്കും. അതെല്ലാം ഒഴിവാക്കുക. പിന്നെ നമ്മൾ പാക്കറ്റിൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ ഹാഫ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് റെഡി ടു ഈറ്റ് എന്ന് പറയുന്ന തരത്തിൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്ന ആളുകൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ കൂടുതലായിട്ടും കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഇതൊരു കിഡ്നിയെ ബാധിക്കാൻ എന്തെങ്കിലും തരത്തിൽ ദോഷമായിട്ട് ബാധിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. കൂടാതെ തന്നെ അതിൽ കൂടുതലായിട്ട് പൊട്ടാസ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അത് വേവിച്ചിട്ട് ആ ഒരു വേവിച്ച വെള്ളം ഊറ്റിക്കഴിഞ്ഞതിന് ശേഷം മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ അത് കറി വെച്ച് മുഴുവനായിട്ട് കഴിക്കുന്നതിലും ഒരിക്കൽ വേവിച്ചിട്ട് ആ ഒരു വെള്ളം ഒഴിവാക്കിയിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ പ്രോട്ടീൻ ഡയറ്റ് എടുക്കുന്ന ആളുകൾ പ്രോട്ടീൻ മിനിമലാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണയായിട്ട് ഒരു നോർമലായിട്ടുള്ള ആളുകളിൽ നമുക്ക് പ്രോട്ടീൻ കഴിക്കാവുന്നതിൻ്റെ ഒരു നോർമൽ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഒരു 1 kg വെയ്റ്റിന് 1 gram പ്രോട്ടീൻ എന്നുള്ള രീതിയിലാണ്. ഇത് നോർമലായിട്ടുള്ള ആളുകളിൽ. പക്ഷേ കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളുള്ളവർക്ക് അത്രയും കഴിക്കാൻ പാടില്ല. ഒരു 0.8 എന്നുള്ള നിലയിൽ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു ക്രിയാറ്റിനിൻ്റെ അളവ് കൂടി വരുന്ന ആളുകൾ, ഒരു ബോർഡർ ലൈനിലുള്ള ആളുകളാണെങ്കിൽ പോലും ഈ ഒരു 0.8 ആയിട്ട് നമ്മൾക്ക് ഈ ഒരു പ്രോട്ടീൻ്റെ കണ്ടൻറ്റ് കഴിക്കുന്നതാണ് നല്ലത്. പ്രോട്ടീൻ ഡയറ്റ് എടുക്കുന്നവരൊക്കെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു 70 കിലോ ഭാരമുള്ള ആൾ ഒരു 50 gram മാത്രം പ്രോട്ടീൻ കഴിക്കുക. ആ പ്രോട്ടീൻ കഴിക്കുന്നതിൽ മാക്സിമം നമ്മൾ വെജിറ്റബിൾ പ്രോട്ടീൻസും എഗ്ഗൊക്കെ ചേർക്കാം. എഗ്ഗ് നമ്മൾ ഇപ്പം ആനിമൽ പ്രോട്ടീൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ചിക്കനും എഗ്ഗൊക്കെ കഴിക്കാം. പക്ഷെ അത് കൂടുതലാവാതെ ബീഫൊക്കെ മാക്സിമം ഒഴിവാക്കുക. കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളൊരു മിനിമൽ റേഞ്ചിൽ നിർത്തുക. പക്ഷേ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വളരെ ലേറ്റ് സ്റ്റേജിലാണെങ്കിൽ ഈ ഒരു ബീഫെല്ലാം മുഴുവനായിട്ട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ കൂടുതൽ ആളുകളും നമ്മൾ ഈ പഴം കഴിക്കുന്നവരായിരിക്കും. ഈ പഴം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് പുഴുങ്ങിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം പഴത്തിൽ നമ്മൾ ഒരുപാട് പൊട്ടാസ്യത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. ആ പൊട്ടാസ്യത്തിൻ്റെ അളവ് നേരിട്ട് എത്തുന്നതിന് പകരം അത് പുഴുങ്ങി കഴിക്കുന്ന സമയത്ത് ഈ പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറഞ്ഞിട്ട് കിട്ടും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുകയും ആവശ്യമായിട്ടുള്ള രീതിയിൽ എക്സസൈസ് എടുക്കുകയും ഒരു 6-7 മണിക്കൂർ ഡെയിലി ഉറങ്ങുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഈ ക്രിയാറ്റിനിൻ കൊണ്ടുണ്ടാകുന്ന ഒരു ദോഷഫലങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും.